അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കണ്ണൂർ ചെറുവന്ന് മഅദിൻ മുഖദ്ദസ് എന്ന സ്ഥാപനത്തിലെ സ്റ്റുഡൻസ് യൂണിയനായ മിസ്ബാഹുൽ ഹുദ അസോസിയേഷൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന മെയ് ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു പരിപാടി ഇൻ്റർവ്യൂവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ താങ്കളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നമ്മളിപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത് മുസ്തഫയാണ്. നിങ്ങൾ ഈ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ കാരണം എന്താണ്? ഞാൻ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം പിന്നെ നമ്മളെ ബാപ്പാക്കയുടെ ഹോട്ടലിലായി ബോംബെ, അവിടെയാണ് ഫസ്റ്റ് പോയത്. അവിടെ പോയി പിന്നെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഒരു വർഷം വെറുതെ ഇങ്ങനെ ആ ഹോട്ടൽ ആദ്യമായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജോലിക്ക് പോയതല്ല, ഇങ്ങനെ പരിചയപ്പെടാൻ അങ്ങനെ ഇതായിട്ട് അങ്ങനെ പോയതാണ്. അതിനുശേഷം തിരിച്ച് നാട്ടിൽ വന്നു. കുറച്ച് കാലത്തിന് ശേഷം പിന്നെ ഗൾഫിലേക്ക് പോയി. ബഹറിനിൽ പോയത് പിന്നെ കൊല്ലം ഓർമ്മയില്ല, 10-30 വർഷം അവിടെ ഉണ്ടായിരുന്നു. പോയ കാലത്ത് ഒരുപാട് കഷ്ടപ്പെടാണ്. ഇന്നത്തെ മതി ഇങ്ങനെ AC കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവിടെ പിന്നെ റൂം ഇങ്ങനെ ഒരു ഷീറ്റ് മാതിരിയുള്ളതാണ്. അതിൻ്റെ അകത്ത് പിന്നെ AC കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ടെറസിൻ്റെ മേലേക്ക് ആകുമ്പോൾ കിടന്നിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. ഹോട്ടൽ മേഖലയിൽ തന്നെ അവർ പോയത്. അപ്പോൾ അത് രാത്രി 12 മണി വരെ ജോലിയായിരുന്നു. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടാണ്. പിന്നെ അവിടുന്ന് പിന്നെ 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് എല്ലാം പിന്നെ ചെറിയൊരു വേറൊരു മറ്റേ ഒരു കോൾഡ് സ്റ്റോർ അങ്ങനത്തെ സാധനം മാറിയത്, ജ്യൂസ് കട. അപ്പം പിന്നെ കുറച്ച് അതിനുശേഷം പിന്നെ കുറച്ച് AC കാര്യങ്ങളൊക്കെ ആയി. അത് കുറേ കഴിഞ്ഞിട്ടാണ്, 2-3 വർഷം കഴിഞ്ഞിട്ടാണ്. അതുവരെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ജോലിക്ക് പറഞ്ഞാൽ നല്ല കഷ്ടപ്പെട്ട ജോലിയായിരുന്നു. ഇന്നത്തെ കുട്ടികൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ റൂം AC കാര്യങ്ങളൊക്കെ റെഡിയാണ്, കട്ടിലൊക്കെ റെഡിയാണ്. അവർ പോയി കിടക്കുകയോ വേണ്ടത്. അവർ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവരുടെ സാധനങ്ങൾ സെറ്റ് ചെയ്തു. നമ്മളങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അത്രയും ഒരു കഷ്ടപ്പാട് അറിയാമല്ലോ. പിന്നെ അതിനുശേഷം പിന്നെ കുറേ കാലം പിന്നെ സ്വന്തമായി ഷോപ്പ് തുടങ്ങി, പാർട്ണർഷിപ്പായിട്ട് തുടങ്ങി. അങ്ങനെ കുറേ 10-20 വർഷം അങ്ങനെ കഴിഞ്ഞ് പിന്നെ ടോട്ടൽ ഒരു 10-30 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊറോണ സമയത്ത് പിന്നെ ബിസിനസ്സൊക്കെ ഡൗൺ ആയി. പിന്നെ നമ്മളത് ഹാൻഡ് ഓവർ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെ പിന്നെ വെറുതെ ഇവിടെ അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നാട്ടിൽ നിൽക്കുന്നതിൻ്റെ അർത്ഥമില്ല, നമ്മൾ ജോലി ചെയ്ത് ശീലിച്ച ആൾക്കാരാണ്. അപ്പം അങ്ങനെയാണ് നമുക്കൊരു ഷോപ്പ് ഇവിടെ, ചെറിയ ഷോപ്പ് തുടങ്ങുന്നത്. അല്ലാതെ കുഴപ്പമില്ല, ഇങ്ങനെ പിന്നെ തിരക്കില്ലാതെ പോകുന്നത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരുപാട് പേർ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും നമ്മളെ പ്രവാസികൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു അനുഭവം ഒന്ന് നല്ല രീതിയിലൊന്ന് പങ്കുവെക്കാൻ പറ്റും? പ്രവാസികൾ ഇതല്ലാതെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോകം തന്നെ ഒരുതരം നിശ്ച അവസ്ഥയിലായിരുന്നു. അതിലിപ്പം പിന്നെ ഇപ്പോൾ കുറച്ച് കരകയറി വന്നിട്ടുണ്ട്. ഗൾഫിയും കൂടുതൽ വീണ്ടും പഴയ രീതിയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പ്രവാസികൾ വെച്ചാൽ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ വീട്ടിൽ കയറാൻ പറ്റാത്ത ഒരു ജയിലിൻ്റെ മാതിരി സിറ്റുവേഷനായിരുന്നു. അതൊക്കെ ഒരുപാട് ആൾക്കാർ അനുഭവിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ പിടിച്ചിരുന്ന ആൾക്കാരുണ്ട്, ബുദ്ധിമുട്ട് പിന്നെ എല്ലാം സഹിച്ചിട്ട് പിടിച്ചിരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലവർക്ക് അത് ജോലി നഷ്ടപ്പെട്ട് ഒരുപാട് നാട്ടിൽ വന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ തിരിച്ച് ഒരാൾ പോയിട്ടുണ്ട്. എന്നാലും കുറേ കഴിയുമ്പോൾ ആൾക്കാർ നാട്ടിൽ വന്നു കഴിഞ്ഞാലും വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ആൾക്കാർ ആ ഒരു പിന്നെ ഏജ് പിന്നെ ജോലി ചെയ്യാൻ പറ്റാഞ്ഞാലും തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള ആഗ്രഹങ്ങളാണ് ആൾക്കാർക്ക്. വെറുതെ ഇങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു മാനസികമായിട്ട് വീട്ടിൽ എല്ലാം ബുദ്ധിമുട്ടാണ്. അത് കാരണം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്വന്തമായി സാധനം തുടങ്ങുക, വെറുതെ ഇരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഐക്യം. ഇപ്പോൾ നമുക്കൊരു ഏജ് ശരിക്കും നമ്മുടെ ആരോഗ്യം നമുക്ക് നടക്കാൻ കഴിയും, എല്ലാ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കഴിയുന്നു നമ്മൾ ജോലി ചെയ്യും, വെറുതെ ഇരിക്കും. അപ്പോഴേ നമുക്കൊരു പിന്നെ ഒരു എനർജി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതായത് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട്. അതാണ് എൻ്റെ ഇത്. നിങ്ങൾ എത്ര കൊല്ലം പ്രവാസിയായിട്ട് ജോലി ചെയ്തു? അതായത് ഞാനൊരു ഞാൻ പറയുന്നത് 30 വർഷം. അതിനിടയിലുണ്ടായ ഒരു ഓർമ്മിക്കാൻ പറ്റുന്നൊരു മനസ്സിലൊരു തറച്ചേക്കുന്ന പോലത്തെ ഒരു അനുഭവം പങ്കുവെക്കും. ചർച്ചയ്ക്കുന്നതായിട്ട് ഒരുപാടുണ്ട്. പക്ഷെ അതിപ്പോൾ ഓർമ്മിച്ചെടുക്കാൻ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരിക്കും. പിന്നെ അതന്നെ ഞാൻ പറഞ്ഞ ഏറ്റവും എനിക്ക് വിഷമമുള്ള അനുഭവം എന്താ വെച്ചാൽ ഫസ്റ്റ് പോയുള്ളൊരു അനുഭവമാണ്.
നമ്മൾ ഷീറ്റിൻ്റെ ചൂട് കൊണ്ട് രാത്രി ഇത് ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന ചൂടല്ലേ അതിൻ്റെ ഡബിളായിരിക്കും ആ രാത്രി എ സി ഇല്ലാതെ. അപ്പോൾ നമ്മളിപ്പോൾ തണുത്ത ഈ സെവനപ്പ് പെപ്സി പോലത്തെ സാധനങ്ങൾ തണുപ്പിച്ചിട്ട് അത് ഐസാക്കിയിട്ട് മേലെ കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് കുടിക്കുക. പിന്നെ അവർ ഐസും കെട്ട തുണിയിൽ മുണ്ടിൽ കെട്ടിയിട്ട് ശരീരത്തിൽ വെച്ചിട്ട് അത് കിടക്കും ചൂടിൻ്റെ ശക്തി കൊണ്ട് പിഴിഞ്ഞിട്ട് അത് ഉണങ്ങുമ്പോൾ വീണ്ടും ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഇടും. അങ്ങനെ നേരം വെളുപ്പിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടായി. അതാ ഏറ്റവും കൂടുതൽ അനുഭവം. വേറെ കാര്യമായിട്ട് അങ്ങനെ ഇല്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ പ്രവാസ ജീവിതം ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നാട്ടിലെ ഓർമ്മകളും കാര്യങ്ങളായിട്ട് അങ്ങനെ അതെല്ലാ പ്രാവശ്യങ്ങളും ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ലോക്ക്ഡൗൺ ആയിട്ട് എന്താ പ്രവാസ മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? അല്ല അത് പിന്നെ നമ്മളത് പിന്നെ നമ്മളെ ഏജിൻ്റെ ഒരു വീണ്ടും പോയിട്ട് വീണ്ടും നമ്മൾ പിന്നെ പുതിയ മേഖല കണ്ടെത്തണം അത് തുടങ്ങി അതൊക്കെ വിജയിക്കുള്ളൂ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഇതാകുമ്പോൾ നമ്മളിപ്പോൾ പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ നമ്മളതായ രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. കൂടുതൽ റിസ്ക് പോയിട്ട് പുതിയ തുടങ്ങുന്ന സമയം തുടങ്ങാൻ വേറെ കീഴിൽ ജോലി ചെയ്യാമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞു നമ്മൾ. അത് നമുക്ക് അനുവദിക്കുന്ന കാര്യമല്ല. അവിടെ ഏറ്റവും നല്ലത് തന്നെയാണ് അതാണ് ഇത് തിരഞ്ഞെടുക്കാൻ കാരണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ ജോലി ചെയ്യാൻ നമ്മൾ കുറേ കാലം നമ്മൾ സ്വന്തം ബിസിനസ് ചെയ്ത കാര്യങ്ങളൊക്കെ ജോലി ചെയ്യാനൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടും പിന്നെ ആ ഏജിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. ഇവിടെ ആകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സൗകര്യത്തിൽ ചെയ്യാൻ പറ്റും. ആ ഒരു കാരണമാണ് തിരിച്ചു പോകാതിരുന്നത്. നിങ്ങളിപ്പോൾ ഈ 2 നാട്ടിലും ജോലി ചെയ്തല്ലോ, പ്രവാസ നമ്മുടെ സ്വന്തം നാട്ടിലും. ഇതിൽ ഏറ്റവും ഉത്തമമായി നമുക്ക് തോന്നിയത് ഏതാ? നാട്ടിൽ ജോലി ചെയ്യുന്നിട്ട് നാട്ടിലാകുമ്പോൾ നമ്മൾ കുടുംബത്തോടൊപ്പം നിൽക്കാം, ആ ഒരു മനസ്സമാധാനമുണ്ട്. കാരണം അവിടെ ആകുമ്പോൾ അങ്ങനെ ഇല്ല. പക്ഷെ കുറച്ച് സാമ്പത്തികമായിട്ട് നമുക്ക് കുറച്ചും കൂടി സുരക്ഷിതം അവിടെയാണ്. അവിടെ ജോലി ചെയ്യുന്നതാണ് സുരക്ഷിതം. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമ്പാദിക്കാൻ നോക്കും, അങ്ങനെ സേവ് ചെയ്യാൻ നോക്കും എല്ലാവരോടും. അതാണ് എൻ്റെ ഒരു ആ ഉള്ള പ്രായത്തിൽ നമ്മൾ ഏജ് ആവുന്ന മുമ്പിൽ പിന്നെ പരമാവധി അവിടെ ജോലി ചെയ്ത് അധികം പൈസകളൊന്നും ഇങ്ങനെ ഒരു അനാവശ്യം കളയാതെ പിന്നെ കുറച്ച് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് പ്രവാസ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് പിന്നെ ഇച്ചിരി ഇങ്ങനെ എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. പിന്നെ അങ്ങനെയാണത്. ഈ ഇനി വരുന്ന തലമുറക്ക് മുസ്തഫാക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മോട്ടിവേഷൻ എന്താ? അതന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ച് തന്നെയാണ്. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ആ ചെറുപ്പകാലത്ത് നമ്മളത് ഒരു പിന്നെ ഈ 19 വയസ്സിന് മുമ്പ് തന്നെ ഇപ്പോൾ പ്രവാസത്തിൽ ഉള്ളെങ്കിൽ പരമാവധി അവിടെ പിന്നെ സേവ് ചെയ്യാൻ വേണ്ടിയുള്ളത് നോക്കാം. പിന്നെ നമ്മളതായിട്ട് മാറ്റി വെക്കാൻ പറ്റും. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കിയിട്ട് സേവ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അത് നമ്മൾ പിന്നീട് റിട്ടേൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇൻകമായിട്ട് കിട്ടുന്ന ഒരു ഇതിൽ സേവിങ് സേവ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഷോപ്പ് തുടങ്ങുക അങ്ങനെയല്ല പറഞ്ഞത്, ഇൻകം കിട്ടുന്ന ഒരു സേവിങ്ങിലേക്ക് ചെയ്യാൻ പറ്റുക ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. അങ്ങനെയായിട്ട് ഒരു നമ്മളെ പിന്നെ ബാക്കി ലൈഫ് പ്രവാസത്തിന് ശേഷമുള്ള പിന്നെ ആ ലൈഫ് നമുക്കത് ഇൻകം പിന്നെ ആരോടും ഇങ്ങനെ യാചിക്കാൻ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കി വെക്കണം. അതാണ് പറയാനുള്ളത്. പിന്നെ അത് എപ്പോഴും പറ്റിയെന്ന് വരിക, നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് പറ്റുള്ളൂ. നാട്ടിൽ വരുമ്പോൾ ചിലപ്പം എന്തെങ്കിലും പല അസുഖങ്ങളായിട്ടേ വരാൻ വരിക, പ്രഷർ ഷുഗർ അങ്ങനത്തെ ഇപ്പോൾ അറിയാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കൂടിയുള്ളത് മാറ്റി വെക്കണം. ഇപ്പം അങ്ങനെ ഇപ്പം നമുക്ക് വേറെ മക്കളുടെ കാര്യം അത് നോക്കിയാൽ നമ്മളതായിട്ടുള്ള ചെയ്യാൻ പറ്റുക അത് ഏറ്റവും ബെറ്റർ. അതായത് ഇത് വാങ്ങേണ്ടതെന്നല്ല, കിട്ടും അവർ നോക്കും. പക്ഷേ എന്നാലും നമ്മളതായിട്ടുണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ ഒരു അഭിമാനം വേറെയാണ്. ഇപ്പം നിങ്ങൾ ഈ ജോലിയിൽ നിങ്ങൾ സംതൃപ്തനാണ്? ഞാൻ അൽഹംദുലില്ലാഹ് സംതൃപ്തനാണ്. പിന്നെ നമ്മളെ ഒരു അലയില്ലാതെ കുടുംബത്തോടൊപ്പം കഴിയാൻ പറ്റും, ബുദ്ധിമുട്ടില്ല, ഒരു സന്തോഷത്തിൽ. നമ്മളിപ്പോൾ ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.